ദുരിതപ്പെയ്ത്തിൽ തെക്കൻ തമിഴ്നാട് മുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കനത്ത മഴ തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വീടുകളിൽ കുടുങ്ങിയ ആളുകളെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. താമരഭരണി നദി കരകവിഞ്ഞതോടെ തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാതയിൽ ഗതാഗതം താറുമാറായി. 1992 ശേഷം തെക്കൻ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ പ്രളയം. നിർത്താതെ പെയ്ത പേമാരിയിൽ നഗരഗ്രാമ മേഖലകൾ വെള്ളത്തിനടിയിലായി. തൂത്തുക്കുടിയിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. இதுவரைக்கும் இந்த வெள்ளம் வந்தது கிடையாது. இதுதான் ஃபர்ஸ்ட் டைம். இதுக்கு முன்னால் வந்திருக்கு, வீட்டுக்கு பின்னாலேலாம் வந்தது. ஆனால் இந்த டைம் ரொம்ப இதாக இருக்கு. ஃபர்ஸ்ட் ஃப்ளோர் எங்களுக்குள்ளலாம் மூழ்கிடுச்சு. நாங்கள் இன்னொருத்தவங்க வீட்டில் போய் இருந்தோம். அங்கேயுமே மாடியில் இருந்தோம், அங்கேயும் தண்ணி மேலே வந்துருச்சு. சிச்சுவேஷன் கஷ்டமாக தானே இருக்குது. ரொம்ப அங்கேருந்து வரதே ஏதோ பொழைச்சி வந்த மாதிரி இருக்குது. உயிர் போய் உயிர் வந்திருக்கு, அவ்வளோதான். நிறைய பேர் மாட்டிட்டு இருக்காங்க. இன்னும் எங்களை விட எக்கச்சக்கமாக நிறைய பேர் மாட்டிட்டு இருக்காங்க. ഇരച്ചെത്തിയ മഴവെള്ളം ഡാമുകൾ നിറച്ചു. ഡാമുകൾ തുറന്നതോടെ നദികൾ കരകവിഞ്ഞു. താമരഭരണി നദി ദിശ മാറി ഒഴുകിയതോടെ തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാത അടച്ചു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ തമിഴ്നാട് NDRF സംഘം പ്രളയജലത്തിൽ കുടുങ്ങി. തമിഴ്നാടിന്റെ തെക്കൻ മേഖലകളിൽ 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്നും പൊതു അവധി പ്രഖ്യാപിച്ചു. ജനജീവിതം സാധാരണ നിലയിലാകാൻ ആഴ്ചകളെടുക്കുമെന്നാണ് വിലയിരുത്തൽ. ക്യാമറമാൻ അഭിലാഷ് തൊഴുങ്കോടിനും ജിതിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുനെൽവേലി.